ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദി സെക്കൻഡ് പാർട്ട് ഓഫ് ദി വീഡിയോ ഓഫ് അല്ലെങ്കിൽ ഇംഗ്ലീഷ് വേണ്ട, ഇതൊക്കെ നമ്മളെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു സുഖം ഉണ്ടാവുള്ളൂ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. സോ ഞാൻ എൻ്റെ ചാനലിൽ ലേറ്റസ്റ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്ത ബ്രില്യൻറ്റിലെ എ ഡേ ഇൻ മൈ ലൈഫിൻ്റെ സെക്കൻഡ് പാർട്ട് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങൾ എല്ലാവരും നമ്മുടെ ഫസ്റ്റ് പാർട്ട് വീഡിയോ കണ്ടെന്ന് വിചാരിക്കുന്നു. ഇനി കാണാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്താൽ മതി. ലാസ്റ്റ് അപ്ലോഡ് ചെയ്ത വീഡിയോ അതാണ്. സോ എല്ലാവരും പോയി കാണാം, നല്ല അടിപൊളി വീഡിയോ ആണ്. സോ നമ്മളിനി അതിൻ്റെ സെക്കൻഡ് പാർട്ടിലേക്ക് കിടക്കുകയാണ്. സോ നമ്മുടെ ഫസ്റ്റ് പാർട്ടിൽ നിങ്ങൾ അവസാനം കണ്ടിട്ടുണ്ടാവുക നമ്മുടെ ബ്രില്യൻറ്റിലെ ഫസ്റ്റ് സെഷൻ ക്ലാസ് തീരുന്നത് വരെ ആയിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ ഫസ്റ്റ് ബ്രേക്ക് ടൈം സ്റ്റാർട്ട് ചെയ്യുന്നത് വരെ ആയിരിക്കും. അതായത് രാവിലെ 10:30 മണി വരെയുള്ള കാര്യങ്ങൾ നിങ്ങളിപ്പം കണ്ടിട്ടുള്ളൂ. ഇനി 10 മുതൽ 10:50 വരെ നമ്മുടെ ബ്രേക്ക് ടൈം ആണ്. സോ ഇനി ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് നമ്മുടെ ബ്രില്യൻറ്റിലെ ഫസ്റ്റ് ഇൻ്റർവൽ ടൈം മുതൽ പിന്നീട് അങ്ങോട്ടുള്ള കാഴ്ചകളാണ്. സോ നമ്മുടെ ഫസ്റ്റ് ബ്രേക്ക് ടൈം മുതൽ പിന്നീട് എന്തൊക്കെയാണ് നമ്മുടെ ബ്രില്യൻറ്റിൽ സംഭവിക്കുന്നത് എന്നുള്ളതാണ് നിങ്ങൾ ഇനി കാണാൻ പോകുന്നത്. സോ എന്തായാലും ഒരു അടിപൊളി വീഡിയോ തന്നെയായിരിക്കും. നിങ്ങൾ വീഡിയോ മുഴുവനായിട്ടും കാണാം. സോ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ബാക്കി വിശേഷങ്ങളും കാര്യങ്ങളും എല്ലാം നിങ്ങൾ വീഡിയോ കണ്ട് മനസ്സിലായിക്കോളൂ. ലെറ്റ്സ് ഗോ. സോ ഗൈസ്, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പീരീഡ്, ഇന്നത്തെ നമ്മുടെ ഫസ്റ്റ് പീരീഡ് കഴിഞ്ഞിരിക്കുകയാണ്. നമ്മൾ 2.5 മണിക്കൂറിൻ്റെ സെഷനാണ് ഉണ്ടാവുക. ഓരോ സെഷനും 2.5 മണിക്കൂറായിരിക്കും. അപ്പോൾ 8 മണി മുതൽ 10 വരെയായിരുന്നു നമ്മുടെ ഫസ്റ്റ് സെഷൻ. അത് കഴിഞ്ഞിട്ട് നമുക്കിനി ഒരു 20 മിനിറ്റ് ബ്രേക്കാണ്. ഓക്കെ, സോ ഞാൻ പറഞ്ഞില്ലേ, ബ്രേക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ടൈപ്പ് ആൾക്കാരെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അതായത് കുറേ അധികം പേരും താഴെ ക്യാൻറ്റീനിലായിരിക്കും. പിന്നെ കുറച്ച് പേര് നമ്മൾ ഈ കാണുന്ന പോലെ ഇങ്ങനെ ഇവിടെ മൊത്തം ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞ് നിൽക്കുന്നുണ്ടാവും. എല്ലാവരെയും കാണിച്ചു തരാം നമുക്ക്. അതേപോലെ തന്നെ കുറച്ച് പേര് താഴെ പ്രൊഫസേഴ്സ് ഹാളിലായിരിക്കും. സോ നമുക്ക് എന്തായാലും ഇപ്പം ജസ്റ്റ് ഒന്ന് ക്യാൻറ്റീനിലേക്ക് പോയിട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. ഓക്കെ വിഷ്ണു, പാടാ. ഇനി വേറെ കുറച്ച് ആൾക്കാരെ പരിചയപ്പെടുത്തരാം. ഇവിടുത്തെ പ്രധാന പുള്ളികളാണ്. എന്നെ പറഞ്ഞത് I am Arunima from Thrissur. തൃശ്ശൂരിലെ മെയിൻ ഗഡി അല്ലേ? അതെ. പിന്നെ എന്തൊക്കെ ക്രിസ്മസ് ആയിട്ട് പരിപാടി? പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. വീട്ടിൽ പോകാൻ ഭയങ്കര ത്രിൽഡ് ആയിട്ട് ഇരിക്കുകയാണ്. എങ്ങനെ പോണേ? ബസ്സിന്, ബ്രില്യൻറ്റിലെ ബസ്സിൽ. അതേപോലെ തന്നെ അടുത്ത ആള് ഇതുവരെ അതില്ല. നമ്മളെ ക്ലാസ്സിലെ കുട്ടിയാട്ടോ. നേരത്തെ രാവിലെ വന്നിരുന്നു, ഇപ്പം കണ്ട് ക്രിസ്മസ് ആയിട്ട്. ക്രിസ്മസ് ആയിട്ട് എന്താ ഇന്ന് വീട്ടിൽ പോകണം. വേറെ ബസ്സിനാണോ? അല്ല, അല്ലാണ്ടേ പോകണം. ഓക്കെ, ഇനി പറഞ്ഞോ. എലിസബത്ത്, എറണാകുളം. പിന്നെന്താ ചോദിക്കുക? ക്രിസ്മസ് ആയിട്ട് വീട് പോകുന്നു. ആ പോവും, ഇന്ന് വൈകിട്ട് പോകും. സോ ഗൈസ്, നമ്മളിപ്പോൾ ക്യാൻറ്റീനിൽ എത്തിയിട്ടുണ്ട്. ക്യാൻറ്റീനിലൊക്കെ കാണുന്നില്ല, ഫുള്ള് തിരക്കാണ് ഇവിടെ. ഇവിടെ മെയിനായിട്ട് ഇവിടെ ഏറ്റവും കൂടുതൽ പോകുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, നമ്മുടെ ബ്രില്യൻറ്റിലെ പബ്സ്. ഓക്കെ, സോ നമുക്ക് കുറേ ആൾക്കാർ സംസാരിക്കാം. അപ്പോൾ എൻ്റെ കൂടെ വന്ന ആൾക്കാരെ തന്നെ കാണാനില്ല ഇവിടെ. അപ്പോൾ ഇന്ന് ചിലവ് നമ്മളെ അതിൻ്റെ വകയാണ്. അയ്യോ, അങ്ങനെ പറഞ്ഞൂടാ. പിന്നെ ഞാൻ എന്തിനു വന്ന പൈസയിലടാ. ഇവിടെ വന്നു കഴിഞ്ഞാൽ കാലുത്താൻ സ്ഥലമില്ല ശരിക്കും. നമുക്ക് ഒരു മിഠായി വാങ്ങുന്നത് തന്നെ കുറേ സമയം. നമുക്ക് എന്തായാലും കുറച്ച് ആൾക്കാർ സംസാരിക്കാം. ഓക്കെ, ഹലോ. ഉള്ളിൽ ഇവിടുത്തെ ക്യാൻറ്റീനിലെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള സാധനം സാൻഡ്വിച്ച്. സാൻഡ്വിച്ച്. സാൻഡ്വിച്ച് ഇപ്പോഴും വരുന്നുണ്ടോ അവിടെ ക്യാൻറ്റീൻ? എല്ലാ പേരും ഇവിടെ ബ്രില്യൻറ്റിലെ ക്യാൻറ്റീനിൽ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള സാധനം പപ്സ്. പപ്സ്. ഓക്കെ, എല്ലാ കാര്യത്തിനും വരുന്നുണ്ടോ? എപ്പോഴും വരും. ഓക്കെ, അതെ ഗൈസ്, നമ്മളൊരു ടീമിനെ കിട്ടിയിട്ടുണ്ട്. ഇത് കഴിക്കാമെന്ന് വന്നില്ലെങ്കിൽ വെറുതെ വായ നോക്കി നിൽക്കാം. രാവിലെ തന്നെ ഇൻസൈഡ് ഒക്കെ വന്നിരിക്കാം. എന്താ പെൺകുട്ടികൾക്ക് ഇങ്ങനെ സിമ്പിൾ ഡ്രസ് ധരിക്കുന്ന പുരുഷന്മാരെ ഇഷ്ടമല്ലേ? ഡോണ്ട് ദേ ലൈക്ക്? നമ്മുടെ ക്ലാസ്സിലാട്ടോ. എൻ്റെ പേര് മാർട്ടി, ഞാൻ കണ്ണൂരിൽ നിന്ന് വരുന്നത്. ഞാൻ ഇപ്പം ഞങ്ങൾ SL ഒരുമിച്ച് പഠിക്കുന്നതാണ്. പരിപാടി പൈസ ഞാൻ പപ്സ് കഴിക്കണം. രാവിലെ വിശന്ന് നല്ല വിശപ്പായിരുന്നു. സ്പോൺസർ എൻ്റെ പോയാ ബാ കഴിക്കാം. ബാ. ഓക്കെ, ഏറ്റവും ഫേവറേറ്റ് ഫുഡ് സാൻഡ്വിച്ച്, പപ്സ്. ഇവിടെ സാൻഡ്വിച്ച് അടിപൊളിയാണ്. എൻ്റെ സാൻഡ്വിച്ചാ. ഞാൻ പറഞ്ഞില്ലേ, ബ്രേക്കിന് ഇവിടുത്തെ സ്ഥിരം പുള്ളികളാണ്. എപ്പോഴും ഇവിടെ ഉണ്ടാവും. പക്ഷെ ആകെ
ആകെ 2 ലൈമും 10-15 ആൾക്കാർ. എങ്ങനെയാ നിങ്ങൾക്ക് അറിയില്ല. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഫുഡ് അടിപൊളിയല്ലേ? സാൻഡ്വിച്ച്. ഞാൻ ചായ മാത്രം കുടിക്കാറുള്ളൂ. സാൻഡ്വിച്ച്. സാൻഡ്വിച്ച്. ഇവിടെ ഐസ്ക്രീം. ഐസ്ക്രീം. ഫേവറേറ്റ് ഫുഡ് സാൻഡ്വിച്ച്. 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 ബ്രില്യൻറ്റിലെ ഏറ്റവും ഫേവറേറ്റ് ഫുഡ് We are non-Kerala section. ഓ ഫേവറേറ്റ് ഫുഡ് That's പഫ്സ്. favorite food puffs, egg puff. പഫ്സ്. സോ ഗൈസ്, അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഇൻ്റർവെല്ലിൽ നമ്മുടെ ക്യാൻറ്റീനിലെ കാര്യങ്ങളൊക്കെ. ഇപ്പം തിരക്ക് കഴിഞ്ഞ് കണ്ടില്ലേ, കറക്റ്റ് ബെല്ലടിച്ച് ആ സമയം നമ്മൾ ശരിക്കും ഇവിടെ നിന്ന് കാലി ആവുള്ളൂ, അല്ലെങ്കിൽ മൊത്തം തിരക്ക് തന്നെ ആയിരിക്കും. സോ ഇപ്പം ബെല്ലടിച്ചതിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, നേരെ ക്ലാസ്സിലേക്ക് പോകാം. സോ ഇനി അടുത്ത സെഷൻ സ്റ്റാർട്ട് ചെയ്യും. അടുത്ത സെഷൻ ഇനി നമുക്ക് ഇന്നിപ്പം ഉച്ച വരെയുള്ള ഞാൻ പറഞ്ഞില്ലേ, ക്രിസ്മസിൻ്റെ ഹോളിഡേസ് സ്റ്റാർട്ട് ചെയ്യുന്നത് കൊണ്ട് ഇന്ന് ഉച്ചയ്ക്ക് 12:30 വരെ ഉണ്ടാവുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇനി അടുത്ത സെഷനിലേക്ക് നമുക്ക് കയറണം. സോ നേരെ ക്ലാസ്സിലേക്ക് പോകാം. ഓക്കെ. അപ്പോൾ ഗൈസ്, നമ്മുടെ അടുത്ത സെഷൻ ക്ലാസ് ഞാൻ അപ്പം പറഞ്ഞ പോലെ തന്നെ 10:50 മുതൽ 12:30 വരെയാണ്. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നിപ്പം ക്രിസ്മസുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ഒരു സ്പെഷ്യൽ ഡേ ആയതുകൊണ്ട് മാത്രമാണ് ഇന്നിപ്പം 12:30 വരെ ക്ലാസ് വെച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ നോർമലി ഞങ്ങൾക്ക്, അതായത് 8 മണി ബാച്ചുകാർക്ക് 1 മണി വരെയാണ് ക്ലാസ് ഉണ്ടാവാറുള്ളത്. 1 മണിക്ക് ശേഷം 1 മണി മുതൽ 1:45 വരെ ലഞ്ച് ബ്രേക്ക് ആയിരിക്കും. സോ ആ സമയത്ത് അടുത്തുള്ള ഹോസ്റ്റലുകാരാണെങ്കിൽ ഹോസ്റ്റലിൽ പോയി ഫുഡ് കഴിക്കും. ഇപ്പോൾ ഞാനൊക്കെ എൻ്റെ ഹോസ്റ്റലിൽ അടുത്തായതുകൊണ്ട് ഞാൻ ഹോസ്റ്റലിൽ പോയിട്ടാണ് ഫുഡ് കഴിക്കാറുള്ളത്. ഇനി ബാക്കി ഹോസ്റ്റലുകാർക്ക് എല്ലാവർക്കും നമ്മുടെ ക്ലാസ് റൂമിൻ്റെ തൊട്ട് മുമ്പിൽ ആ ഒരു സമയമാകുമ്പോഴേക്കും ഫുഡ് എത്തിയിട്ടുണ്ടാവും. അതിൽ യാതൊരു പേടിയും പേടിക്കേണ്ട. കറക്റ്റ് ആ സമയമാകുമ്പോഴേക്കും നമ്മുടെ ക്ലാസ് റൂമിൻ്റെ തൊട്ട് മുമ്പിൽ നമ്മുടെ ഫുഡ് അവിടെ എത്തിയിട്ടുണ്ടാകും. സോ ഫുഡൊക്കെ കഴിച്ച് പിന്നെ കുറച്ച് റെസ്റ്റ് എടുത്ത് പിന്നെ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ കുറച്ച് വർത്താനൊക്കെ പറഞ്ഞിരുന്ന് 1:45 നമ്മുടെ അടുത്ത സെഷൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. സോ 1:45 മുതൽ 4:15 വരെ ആയിരിക്കും പിന്നെ അടുത്ത സെഷൻ ക്ലാസ് ഉണ്ടാവുക. 4:15 പിന്നെ ക്ലാസ് എല്ലാം കഴിഞ്ഞ് നമുക്ക് ഹോസ്റ്റലിൽ പോകാം. സോ ഇത് നമ്മുടെ 8 മണി ബാച്ചുകാരുടെ കാര്യമാണ്. ഇനിയിപ്പം 7:30 ബാച്ചുകാരാണെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം ഒരു അരമണിക്കൂർ പിന്നോട്ട് നിങ്ങൾ എടുത്ത് കണക്ക് കൂട്ടിയാൽ മതി. അതായത് അവർക്ക് 12:30 അവർക്ക് ലഞ്ച് ബ്രേക്ക് സ്റ്റാർട്ട് ചെയ്യും. പിന്നെ അത് കഴിഞ്ഞ് 1:15 അടുത്ത സെഷൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. സോ ഇങ്ങനെയൊക്കെയാണ് ബ്രില്യൻറ്റിൽ നോർമലി ഒരു ദിവസം മുന്നോട്ട് പോകാറുള്ളത്. പക്ഷേ ഇന്നിപ്പം ക്രിസ്മസുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ഒരു സ്പെഷ്യൽ ഡേ ആയതുകൊണ്ട്, ഇന്നിപ്പോൾ നമ്മുടെ ഹോളിഡേസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സ്പെഷ്യൽ ഡേ ആയതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ഇനി അങ്ങോട്ട് കാണിച്ചു തരാൻ പോകുന്നത് നമ്മുടെ ഇന്നത്തെ ദിവസത്തെ വിശേഷങ്ങളാണ്. എന്തായാലും അടിപൊളി കാഴ്ചകൾ നിങ്ങൾക്ക് കാണിച്ചു തരാനുണ്ട്. എല്ലാവരും നിർബന്ധമായിട്ടും കണ്ടിരിക്കേണ്ട കാഴ്ചകളാണ്. സോ ആ കാഴ്ചകളൊക്കെ നിങ്ങൾ നേരിട്ട് നമ്മുടെ വീഡിയോ വഴി നിങ്ങൾ കണ്ടിട്ട് മനസ്സിലായിക്കോളൂ. സോ ഗൈസ്, അങ്ങനെ നമ്മുടെ ഇന്നത്തെ ലാസ്റ്റ് ക്ലാസ് ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. സോ ഇനി അങ്ങോട്ട് 10 ദിവസം നമ്മുടെ ക്രിസ്മസ് ഹോളിഡേയ്സ് ആണ്. സോ എല്ലാവരും ക്ലാസ്സിൽ നിന്നൊക്കെ പോയി ഇനി നമുക്ക് എന്ത് ചെയ്യാം, നേരെ ഹോസ്റ്റലിലേക്ക് പോകാം. അവിടെ പോയിട്ട് ഫുഡ് കഴിച്ചിട്ട് പിന്നെ നമുക്ക് ജസ്റ്റ് ഒന്ന് താഴേക്ക് ഇറങ്ങാനുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഇന്ന് ഉച്ചയ്ക്ക് ശേഷം നല്ല രസത്തോടെ കാണാൻ കുറേ ബസ്സും KSRTC സ്പെഷ്യൽ സർവീസൊക്കെ ആയിട്ട് നല്ല രസം ഉണ്ടാകും. അവിടെ എന്ത് ചെയ്യാം, അവിടെ പോയിട്ട് കുറേ ആൾക്കാർ ഇൻട്രാക്ട് ചെയ്തിട്ട് അടിപൊളിയാക്കാം. ഓക്കെ. സോ ഇപ്പോൾ നമുക്ക് നേരെ ഹോസ്റ്റലിലേക്ക് പോകാം. അങ്ങനെ നമ്മുടെ ഹോസ്റ്റലിലെ ഉച്ചക്കത്തെ ഫുഡിന് ശേഷം നമ്മൾ നേരെ പുറത്തേക്ക് ഇറങ്ങാണ് നമ്മുടെ ബ്രില്യൻറ്റിലെ അന്നത്തെ ദിവസത്തെ കുറച്ച് സ്പെഷ്യൽ കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ആ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. സോ ഗൈസ്, അപ്പോൾ ഇപ്പോൾ നമ്മുടെ ബ്രില്യൻറ്റിൻ്റെ ബസ് സർവീസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞില്ലേ, ഇന്നിപ്പം ക്രിസ്മസ് ആയിട്ട് എല്ലാവരും വീട്ടിലേക്ക് പോകുമ്പം ബ്രില്യൻറ്റ് തന്നെ ഇവിടെ ബസ് സർവീസ് ഒരുക്കിയിട്ടുണ്ട്. അതിലിപ്പോൾ 2 ബസ്സാണ് നിങ്ങളിവിടെ കാണുന്നത്. ഇവിടെ കാണുന്നുണ്ട് ഒരെണ്ണം തിരുവനന്തപുരം കൊട്ടാരക്കര ഭാഗത്തേക്കും, മറ്റേത് നിങ്ങൾ നോക്കുകയാണെങ്കിൽ തിരുവനന്തപുരം കൊട്ടാരക്കര ചങ്ങനാശ്ശേരി 2 ബസ്സാണ്. തിരുവനന്തപുരത്തേക്കുള്ള 2 ബസ്സാണെന്ന് തോന്നുന്നു ഇവിടെ ഇപ്പോൾ നിർത്തിയിട്ടുള്ളത്. സോ ഇതിലിപ്പം കുട്ടികളിങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമുക്ക് തൃശ്ശൂർ ബസ്സുണ്ട്, അതേപോലെ തന്നെ ഇനി അടുത്തത് നമ്മുടെ കോഴിക്കോട് ഭാഗത്തേക്കുള്ള ബസ്സുണ്ട്. പിന്നെ അത് കഴിഞ്ഞാൽ തിരുവനന്തപുരം, കൊല്ലം, അങ്ങനെ ഒരുപാട് ബസ്സുകൾ ഇങ്ങനെ ഓരോ റൂട്ടിലേക്കും സെപ്പറേറ്റ് ആയിട്ട് ബസ് ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കാൻ നമുക്ക് കാണാൻ സാധിക്കും. ഇനിയിപ്പം ഇതിലെല്ലാവരും കുട്ടികളൊക്കെ ഫില്ലാകുന്നേ ഉള്ളൂ. ഒരു 1-1:15 ആകുമ്പോഴാണ് എല്ലാവരും വരാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് ഇപ്പോൾ എല്ലാവരും ഇവിടെ എത്തും. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, അതിനുള്ളിൽ കയറിയിട്ട് ബസ്സിനുള്ളിൽ കയറിയിട്ട് അതിലുള്ള കുട്ടികളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് ഇൻട്രാക്ട് ചെയ്തിട്ട് അടിപൊളിയാക്കാം. ഓക്കെ. ഈ പറഞ്ഞതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ രംഗം. അതായത് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഒരു KSRTC ബസ് സ്റ്റാൻഡ് ഒന്നുമില്ല കേട്ടോ. ഇത് നമ്മുടെ ബ്രില്യൻറ്റിലെ പാർക്കിംഗ് ഏരിയ ആണ്. ഇവിടെ ഞാൻ പറഞ്ഞില്ല, നമ്മുടെ KSRTC സ്പെഷ്യൽ സർവീസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ കേരളത്തിലെ എല്ലാ ജില്ലകളിലേക്കും ഇവിടുന്ന് നമ്മുടെ KSRTC ബസ് സർവീസ് ഉണ്ട്. സോ നിങ്ങളിപ്പോൾ എൻ്റെ മുന്നിലും ഇനിയും കുറേ വന്നുകൊണ്ടിരിക്കുക, അവിടെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ കുറേ വന്നുകൊണ്ട് ഇവിടെ കുറേ പാർക്ക് ചെയ്തിട്ടുണ്ട്. സോ എന്തായാലും ഒരുപാട് KSRTC ബസ്സുകൾ ഇങ്ങനെ വന്ന് ഞാൻ പറഞ്ഞില്ല, ശരിക്കും KSRTC ബസ് സ്റ്റാൻഡാണോ അല്ലെങ്കിൽ ബ്രില്യൻ്റ് ആണോ എന്ന് സംശയിച്ചു വരുന്നൊരു അവസ്ഥയിലാണുള്ളത്.
സോ ഗൈസ് ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ എറണാകുളം ഭാഗത്തേക്കുള്ള ബസ്സിലാണ്. സോ ഇവിടെ നിങ്ങൾക്ക് കാണാം ഒരുപാട് കുട്ടികളെല്ലാം ഫില്ലായി, ഇവിടെ ഏകദേശം ഫുള്ള് ഫില്ലായി. സോ നമുക്ക് കുറച്ച് പേരുടെ അവരുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ചോദിച്ചു നോക്കാം. ഓക്കെ, ഹലോ. ഹലോ, ഫാത്തിമ നസ്ർ. എറണാകുളം എറണാകുളം ഇല്ല, തൃശ്ശൂരാണ് വീട്. ജോയിറ്റ, എറണാകുളം, ഫോർട്ട് കൊച്ചി. മെർലിൻ, എറണാകുളം. അപ്പോൾ ക്രിസ്മസ് ആയിട്ട് എന്താണ് ക്രിസ്മസ് ആഘോഷിക്കണം, അത്ര തന്നെ. ഇത് തന്നെയാണ്. മോഡൽ എക്സാമിന് ബുക്കൊക്കെ എടുത്തിട്ടുണ്ടോ? ആ, അത്യാവശ്യം. ഓക്കെ, ഇവിടെ ഹലോ, നിരഞ്ജന, എറണാകുളം. അമില, ആലുവ. ടെസ്സ, എറണാകുളം. ഫാത്തിഹ, നന്ദന. എറണാകുളത്താണ്. ഓക്കെ, അപ്പം ഇപ്പം ബ്രില്യൻ്റിൽ വന്നിട്ട് 5-6 മാസമായല്ലോ. എങ്ങനെയുണ്ട് ഇവിടുത്തെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ? അടിപൊളിയാണ്. വീട് മിസ് ചെയ്യുന്നുണ്ടോ? ആ, വീട് ഓഫ് കോഴ്സ് മിസ് ചെയ്യൂലോ. എന്താ വീട്ടുകാരാണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും? വീട്ടുകാർ മിസ് ചെയ്യണു. ആ, പക്ഷെ ഇവിടെ എല്ലാം അടിപൊളിയായതുകൊണ്ട് മിസ്സിങ് കുറച്ച് കുറവാണ്. എനിക്ക് അതുപോലെ തന്നെയാണ്, വീട്ടുകാരെ മിസ് ചെയ്യുന്നുണ്ട്. ഇപ്പം വീട്ടിൽ പോയിട്ട് 10 ദിവസം നിൽക്കുന്നുണ്ടോ? 10 ദിവസം നിൽക്കുന്നുണ്ട്. ആ, ഉണ്ട്, ഉണ്ട്. അതെ അതെ, എന്തായാലും ഇനി 4 മാസം ഇനി പോണില്ല. അതെ, ലാസ്റ്റ്. സോ ഗൈസ്, ഇനി നമ്മുടെ എൻ്റെ സ്വന്തം നാടായ കോഴിക്കോടേക്കുള്ള ബസ്സാണ്. സോ നമുക്ക് ജസ്റ്റ് ആ ബസ്സിലൊന്ന് കയറിയിട്ട് നമ്മുടെ നാട്ടിലെ കുട്ടികളൊക്കെ ഒന്ന് കാണാം. വരും. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ എൻ്റെ നാടായ കോഴിക്കോടേക്കുള്ള ബസ്സാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ബസ്സിൽ എല്ലാവരും ഏകദേശം ഫില്ലായിട്ടുണ്ട്. സോ നിങ്ങളെല്ലാം എനിക്ക് ചോദിക്കാനുള്ളത്, കോഴിക്കോടാണോ അല്ലെങ്കിൽ പാലാണോ ബെസ്റ്റ്? പറയാം. ഓക്കെ, ഇവിടെ പാലൽ വന്നിട്ട് കോഴിക്കോടിനേക്കാളും നല്ലതാണ് പാലെന്ന് തോന്നി ആരെങ്കിലും ഉണ്ടോ കോഴിക്കോട്ടുകാരായിട്ടുള്ള? ആരുമില്ല. കോഴിക്കോട് ബിരിയാണി മിസ് ചെയ്യുന്ന എത്ര ആൾക്കാരുണ്ട്? എല്ലാവരും മിസ് ചെയ്യുന്നുണ്ട്. എല്ലാവരും മിസ് ചെയ്യുന്നുണ്ട്. ബാക്കി ക്യാൻറ്റീനിലെ ഫുഡും കാര്യങ്ങളൊക്കെ എങ്ങനെ? ഹോസ്റ്റലിലെ ഫുഡൊക്കെ ഓക്കെ. അപ്പം നിങ്ങൾ കഴിഞ്ഞ ഓണത്തിനും ഇങ്ങനെ തന്നെയാണോ പോയത്? അപ്പം നമ്മുടെ ബ്രില്യൻറ്റിൻ്റെ ഈ ഒരു ബസ് സർവീസിനെ പറ്റി എന്തായിരുന്നു? വളരെ നല്ലതാണ്. ഈ അല്ലാതെ പോകുമ്പം ഭയങ്കര തിരക്കൊക്കെ ആയിട്ട് പോകേണ്ടി വരും. അപ്പോൾ ഇവിടുന്ന് ആകുമ്പം ഒന്ന് ഭയങ്കര റിലാക്സ് ആയിട്ട് പോകാൻ കഴിയുന്നുണ്ട്. ഇതിനു മുമ്പ് ഓണത്തിന് എങ്ങനെയായിരുന്നു പോയത്? ഓണത്തിന് മലപ്പുറം ബസ്സിലാണ് പോയത്. എക്സ്പീരിയൻസ് ഒക്കെ? എക്സ്പീരിയൻസ് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ കറക്റ്റ് സമയത്തൊക്കെ എത്താനൊക്കെ. കോഴിക്കോട് എവിടെ വീട്? കോഴിക്കോട് മലപ്പുറം ബോർഡറിലാണ് വീട്, മുക്കം ഭാഗത്ത്. താങ്ക് യു. ഗൈസ്, ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. നിങ്ങൾ കണ്ടല്ലോ, എല്ലാം നിങ്ങൾ ഏകദേശം കണ്ടു. നമ്മൾ രാവിലെ ഹോസ്റ്റലിൽ തുടങ്ങി നമ്മൾ ക്ലാസ്സിൽ പോയി, അതേപോലെ തന്നെ ക്ലാസ് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ വീണ്ടും നമ്മളിവിടെ നമ്മുടെ ബസ് സർവീസിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു. എന്തായാലും അടിപൊളിയാണ്. നമ്മുടെ ക്രിസ്മസ് ഹോളിഡേയ്സ് ഇന്നിപ്പോൾ സ്റ്റാർട്ട് ചെയ്യാണ്. ഞാൻ പറഞ്ഞു, ഇനി 10 ദിവസം നമ്മുടെ ഹോളിഡേയ്സ് ആണ്. അത് കഴിഞ്ഞ ഒരു മോഡൽ എക്സാം ഉണ്ട്, അതിനൊക്കെ എല്ലാവരും പഠിക്കാനുള്ളൊരു തയ്യാറെടുപ്പ് തന്നെ അങ്ങോട്ടുള്ളത്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പിന്നെ ഇനി ഇങ്ങനെ അല്ലാതെ ഒരു നോർമൽ ഡേ ജസ്റ്റ് കാര്യങ്ങൾ പറയുകയാണെങ്കിൽ, നമ്മളിപ്പം ക്ലാസ് നോർമലി രാവിലെ നമുക്ക് 8 മണി മുതൽ വൈകുന്നേരം 4:15 വരെയാണ് ഉണ്ടാവാറുള്ളത്. 4:15 കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഹോസ്റ്റലിലെത്തും. അത് കഴിഞ്ഞാൽ പിന്നെ ഏകദേശം ഒരു 5 മണിയൊക്കെ നമ്മൾ പഠിക്കാതിരുന്ന് കഴിഞ്ഞാൽ പിന്നെ രാത്രി വരെ ഏകദേശം പഠിപ്പ് തന്നെയാണ്. ഓക്കെ, അതിനിടയ്ക്ക് ഫുഡ് ടൈം അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫുള്ള് പഠിപ്പാന്നല്ല പറയുന്നത്, എന്നാലും മാക്സിമം പഠിക്കുന്നൊരു അവസ്ഥയിൽ തന്നെ ആയിരിക്കും എല്ലാവരും. അത് കഴിഞ്ഞാൽ പിന്നെ അതൊക്കെ തന്നെ. പിന്നെ രാത്രി അറിയാലോ, രാത്രി പിന്നെ 11-12 ആകുമ്പോൾ എടുക്കും. പിന്നെ പിറ്റേന്ന് രാവിലെ എഴുന്നേക്കും. അങ്ങനെ ഇത് റിപ്പീറ്റ് അടിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് നമ്മുടെ ബ്രില്യൻറ്റിലെ ഒരു ദിവസം എന്ന് പറയുന്നത്. ഇന്നിപ്പം ക്രിസ്മസ് ആയതുകൊണ്ട് മാത്രമാണ്, അല്ലെങ്കിൽ ക്രിസ്മസിൻ്റെ ഒരു ഇങ്ങനത്തെ ഒരു മൂഡായതുകൊണ്ട് മാത്രമാണ് ജസ്റ്റ് ഒരു വീഡിയോ എടുക്കാൻ തീരുമാനിച്ചത്. ഇന്നെന്തായാലും നമുക്ക് എന്ത് ചെയ്യാം, മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കണ്ടുമുട്ടാം. അതിനിടയ്ക്ക് നമ്മുടെ വേറൊരു വെറൈറ്റി വീഡിയോ ഇതിന് ശേഷം വരുന്നുണ്ടെങ്കിൽ എല്ലാവരും എന്ത് ചെയ്യുക, ജസ്റ്റ് കാണാം. അതുകൊണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം, നിങ്ങളുടെ മറ്റു കൂട്ടുകാരിലൊക്കെ ജസ്റ്റ് ഷെയർ ചെയ്യാം. നമുക്ക് എന്ത് ചെയ്യാം, ഇനി മറ്റൊരു വീഡിയോയിൽ അതിനേക്കാൾ അടിപൊളിയായിട്ട് ഉഷാറായിട്ട് കാണാം. ഓക്കെ, ബൈ.